തരുവാൻ ദൈവദാസന്റെ ഹൃദയത്തിൽ തോന്നിയ ആ അനുഗ്രഹിക്കപ്പെട്ട തന്റെ നിമിഷത്തെ ഓർക്കുന്നു. ദൈവദാസനോടും തന്റെ മിനിസ്ട്രിയോടും തന്നോടൊപ്പമായിരിക്കുന്ന ഇന്ന് പകൽ ഈ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ ആരംഭത്തിൽ അറിയിക്കുന്നു. ചില ദിവസങ്ങളായി പനിയുടെ പ്രയാസമുണ്ട് എങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ അതിനുവേണ്ടി വളരെയധികമായി ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്തു. തത്സമയത്ത് കർത്താവ് എനിക്ക് ഇത്രത്തോളം ആശ്വാസം നൽകി. ആ വികല്പമായ ശബ്ദത്തിന്റെ ആ ഇടർച്ചയോ പ്രയാസമോ വന്നുപോയാൽ അത് കാര്യമാക്കാതെ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെയും വഹിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് അടുത്തു വരാം. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന ആ ചിന്തയിൽ ഞാൻ എന്നെ തന്നെ ശരണപ്പെടുത്തുകയാണ്. പലയിടങ്ങളിലാണ് നാം ഇരിക്കുന്നെങ്കിലും നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. ആ പാദത്തിൽ ഇരുന്നു കൊണ്ട് രണ്ടുപേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാനത് പൂർണ്ണമായും നൽകാമെന്ന് നമ്മുടെ അരുമനാഥനായ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അവന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി പോലും ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയിൽ നിരന്തരം നാം കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചാൽ നമ്മുടെ കാര്യവും നാം പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിലും ദൈവം പ്രവർത്തിപ്പാൻ ഇടയാകും. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും സ്തോത്രം ചെയ്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി വളരെ സുപരിചിതമായ ഒരു വേദവചനം വായിപ്പാനായി ഞാൻ ദൈവസന്നിധി ശരണപ്പെടുകയാണ്. 63 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. 63 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ വാക്യമാണ്. ദൈവമേ, നീ എന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നാം തലക്കെട്ടിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത് എന്ന് വായിക്കുക. മരുഭൂമിയിൽ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന അനുഭവത്തിൽ ആ മരുഭൂമിയിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാൻ വളരെ ആഗ്രഹിക്കുകയും അതിൻ പ്രകാരം ദൈവസന്നിധിയിൽ ദൈവം കൊടുത്തതായ നല്ല ദാനങ്ങളായ തിരുവചനങ്ങളെ ചമപ്പാൻ ദൈവം ഉപയോഗിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ദാവീദാണ്. ദാവീദിന്റെ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവത്തോടെടുത്ത് നാം പഠിക്കുമ്പോൾ ആ സങ്കീർത്തനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം എഴുതാൻ തക്കവണ്ണം കൃപയില്ലെങ്കിലും നമുക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തോന്നുവാൻ ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ വായിക്കുന്ന യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് ചമച്ചതായ ഒരു സങ്കീർത്തനമാണ് ഈ 63 സങ്കീർത്തനം. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവം നമുക്ക് സമയം തരുമ്പോൾ നാം അതിനുവേണ്ടി സമയങ്ങളെ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാം വളരെ ചിന്തിച്ച് വേണം ഈ ദിനങ്ങളിൽ മുന്നോട്ട് കടന്നു പോകാൻ. നമുക്ക് ഇഷ്ടംപോലെ സമയങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി സമയം ചിലവിടുന്ന ഏത് വ്യക്തിയോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ ആലോചനകൾ ദൈവം നിവർത്തിക്കും എന്നുള്ളതിന് നമുക്ക് തർക്കമില്ല. മരുഭൂമിയിൽ ഇരിക്കുക, മരുഭൂമി എന്ന് പറയുന്നത് ആരും അങ്ങോട്ട് ഇഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമല്ല. നല്ല ദേശത്ത് പാർക്കാൻ തന്നെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ദൈവം നമ്മളെ നല്ല ദേശത്ത് പാർപ്പിച്ചിരിക്കുന്നു, നല്ല വീട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു, നല്ല ആളുകളോടുകൂടെ പാർപ്പിച്ചിരിക്കുന്നു, നല്ല ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നാം മനപ്പോഴും മാനസിക ഭാരവും പ്രയാസവും അനുഭവിക്കുന്നവരാണ്. എന്നാൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ചിലരെ കുറിച്ച് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുവരുവാൻ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവചനത്തിലേക്ക് വന്ന് ഈ വചനത്തിലെ ചില ആലോചനകൾ പറയുവാനായി മനസ്സ് വെക്കുന്നത്. മരുഭൂമിയിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതങ്ങളെ നാം എടുത്തു പഠിച്ചാൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം മരുഭൂമിയിലൂടെ പോയത് ഇസ്രായേൽ ജനം എന്ന് പറയുന്നതായ ഒരു ജനമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഇസ്രായേലാണ് ഏറ്റവും കൂടിയ നാളുകൾ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയത്. അവരുടെ മരുഭൂപ്രയാണ കാലങ്ങൾ
നമുക്ക് തിരുവചനത്തിന്റെ ആണ്ടും മാമി അതിന്റെ ആഴവും മനസ്സിലാക്കത്തക്കവണ്ണം വർഷങ്ങളെ പോലും എഴുതിയിട്ടുണ്ട്. ഇത്ര വർഷം മരുഭൂമിയിലൂടെ ആയിരുന്നു. മരുഭൂമിയിലൂടെ അവർ നടന്നു. അവരുടെ ആ ജീവിതം മരുഭൂമിയിൽ ദൈവം അവർക്ക് കൊടുത്ത ആലോചന പ്രകാരം അവർ കടന്നുപോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടാണ്. വിശ്വാസത്താൽ ഇത്രത്തോളം കാര്യങ്ങൾ നേടിയെടുക്കാൻ ആർജവത്വം, ദൈവകൃപ, ദൈവ സാന്നിധ്യം, ആലോചനയോടുള്ള ദൈവത്തിന്റെ നീതി, ദൈവം പറഞ്ഞ കാര്യങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു ഹൃദയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അബ്രഹാമാണ്. അബ്രഹാമിന്റെ വീട്ടിലെ ദാസിയായിരിക്കുന്ന ഒരു ഹാഗാറിനെ കുറിച്ച് വായിക്കുമ്പോൾ 16-ന്റെ 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ വാക്യത്തിൽ, പിന്നെ അവനോട്, ഈ ദേശം നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് പുറപ്പെടുന്ന ആ കാര്യത്തെക്കുറിച്ച് 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂരിന് പോകുന്ന വഴിയിൽ നീരുറിന്റെ അരികെ വെച്ച് അവളെ കണ്ടു. ദൈവത്തിന്റെ ദൂതൻ കണ്ടതിനെ കുറിച്ച് അവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഹാഗാർ എന്ന് പറയുന്നതായ ദാസിയായിരിക്കുന്നവളെ 16-ന്റെ 7 വായിക്കുന്നു. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ നീരുറവിനരികെ ശൂരിന് പോകുന്ന വഴിയിൽ നീറിനരികെ വെച്ച് അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. വ്യക്തിപരമായി നാം ചിന്തിച്ചാൽ നമ്മുടെ സകല കാര്യവും, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പറയുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും തീരുമാനം നിവർത്തിക്കുന്നതും നിവർത്തിക്കാതിരിക്കുന്നതെല്ലാം ഒരുപോലെ അറിയുന്നതായ ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇന്ന് പകൽ വന്നെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഹാഗാറിനോട് ചോദിക്കുന്നു, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുകയാണ്. ഷൂറിന് പോകുന്ന ഒരു മരുഭൂമിയിൽ വെച്ച് അവളെ കണ്ടിട്ട് അവളോട് പറഞ്ഞൊരു ആലോചനയുണ്ട്. ദൈവമക്കളെ, ഏത് മരുഭൂമിയുടെ അവസ്ഥയിലൂടെ പോകേണ്ടി വരുമ്പോഴും ദൈവത്തിന്റെ ആലോചന ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മരുഭൂമി കൊണ്ട് അസ്തമിക്കത്തില്ല എന്ന് ഇന്ന് പകൽ അറിഞ്ഞിരിക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മരുഭൂമിയിൽ കൊണ്ട് എൻ്റെ നിങ്ങളുടെയും ജീവിതം അസ്തമിക്കത്തില്ല. മരുഭൂമി കൊണ്ട് എൻ്റെ നിങ്ങളുടെയും ജീവിതം തീരത്തില്ല. മരുഭൂമി കൊണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകൾ അസ്തമിച്ചു പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഞാനും നിങ്ങളുമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ആ മരുഭൂമിക്ക് അപ്പുറമായ ഒരു ദൈവത്തിന്റെ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കത്തക്കവണ്ണം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷിക്കുന്നുണ്ട്. മരുഭൂമി വന്നതുകൊണ്ട് നമ്മുടെ ജീവിതം അസ്തമിച്ചില്ല. മരുഭൂമിയിലൂടെ കടത്തിവിട്ടത് കൊണ്ട് ഞാനും നിങ്ങളും തകർന്നു പോയില്ല. മരുഭൂമി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും കരുത്തുള്ളവരായി മാറുവാൻ ഇടയായത്. അധികം പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കൃപയിലേക്ക് കയറുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കൃപ തന്ന ദൈവത്തിന്റെ മഹത്വം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ഇവിടെ വരെ എത്തുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പുകഴാനോ പറയാനോ പ്രശംസിപ്പാനോ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മെ വിളിച്ചവനായ ദൈവത്തിന്റെ ആലോചന തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ആ മരുഭൂമിയിലൂടെ കടന്നു പോകുവാൻ അവസരം ലഭിച്ചപ്പോൾ ആലോചനയെ വൃഥാവാക്കി കളയാതെ ദൈവത്തിന്റെ ദാസൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങൾക്കും ദൈവം തരുന്ന ആലോചനകളുണ്ട്. ആലോചനകൾ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഏറ്റെടുത്ത് അതിൻ പ്രകാരം നമ്മുടെ കാൽച്ചുവടുകളെ വെച്ചാൽ തീർച്ചയായും അല്പസമയം ഭാരം അനുഭവിക്കേണ്ടി വന്നാലും നീ മടങ്ങിപ്പോയി അടങ്ങിയിരിക്ക എന്ന് ഹാഗാറിനോട് പറയുമ്പോൾ ആ മരുഭൂമിയിൽ അവിടെ വരെ എത്തിയേച്ച് ഇനിയും മടങ്ങിപ്പോയി അടങ്ങിയിരിക്കുക എന്ന് പറയുന്നതും അത് കേൾക്കുന്നതും മനസ്സിന് വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. എങ്കിൽ തന്നെ അവൾ അതിനു വേണ്ടി അവളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം ചില മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന എന്തിനെന്ന് ചോദിച്ചാൽ അവിടം കൊണ്ടാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നീതി നിറവേറുന്നത്. ചില മാതാക്കന്റെ കണ്ണുനീര്, പിതാക്കന്മാരുടെ കണ്ണുനീര് തലമുറയുടെ മേൽ ദൂതുകൾ നിവർത്തിച്ചു കാണുവോളം അവർക്ക് കരയാൻ ദൈവം ചില കൃപ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാല ഹാഗാർ പോയി അടങ്ങിയിരുന്നു. അവിടെ തന്നെ അല്പസമയങ്ങൾ ഇരിക്കേണ്ടി വന്നു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഹാഗാറിന് പുറത്ത് പോകേണ്ടതായി വരികയാണ്.
നമ്മൾ വായിച്ചു വരുമ്പോൾ 21-ാം അധ്യായം 14-ാം വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവൾക്ക് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടതായി വരുന്നുണ്ട്. മാനുഷികമായ നിലയിൽ ആദ്യം പോയി കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് അത് അനുസരണത്തോട് വളരെയധികമായി ചിട്ടയോടുകൂടി അവൾ ചെയ്തുവെങ്കിലും പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് അവൾ പുറത്തേക്ക് പോകേണ്ടതായി വരികയാണ്. മാനുഷികമായ നിലയിൽ നമ്മൾ നോക്കിക്കേ, അതും അടുത്തൊരു മരുഭൂമിയിലൂടെ കടന്നു പോകുകയാണ്. ജീവിതത്തിന്മേൽ അടുത്തടുത്ത് നമ്മുടെ ജീവിതം മുഴുവനും ചില മരുഭൂമിക്ക് തുല്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാൽ, നിന്റെ കയ്യിലുള്ള അപ്പം തീരുന്നു എന്ന് നിനക്ക് തോന്നിയാൽ, നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ നല്ലൊരു അളവ് നിന്നിൽ കുറഞ്ഞു പോകുന്നു തോന്നിയാൽ, കൊണ്ടുവന്നതും കൈ കിട്ടിയതും നേടിയതും അധ്വാനിച്ചതും ഒക്കെ പലപ്പോഴും ശൂന്യമായി പോകുന്നുവെന്ന് തോന്നിയാൽ, അവിടെ കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. അതിനപ്പുറത്തേക്കുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ വഴികൾ ഉണ്ടെന്ന് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു. ഇവിടം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തീരുകയല്ല. മരുഭൂമിക്കകത്തൂന്ന് ദൈവത്തിന് ചിലതൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി അത്രേ നമ്മെ ഈ പരീക്ഷകളിലൂടെ ദൈവം കടത്തിവിടുന്നത്. റമനഹസ്തനാദിരാജന പ്രൗഢിബിരിഘടകജാനകസ്യ ആ മരുഭൂമിയിലൂടെ കടന്നു പോകുന്നത് 21-14 വരെ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും ഹാഗാന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്ത് അവളെ പറഞ്ഞു വിടുകയാണ്. ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുന്നു. ജീവിതത്തിന്റെ ചില ഉഴച്ചലകളെ ഇന്ന് പകൽക്കാലം ദൈവം, ചില കണ്ണുനീരിന്റെ താഴ്വരകൾ, വേദനയുടെ ചില നിമിഷങ്ങൾ, നെടുവീർപ്പിട്ട് നിലവിളി ചില വിഷയങ്ങൾ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടി ഇല്ലയോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ഞാൻ പറയുന്നു, ഇന്ന് പകൽ നിന്റെ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യും. ഇന്ന് പകൽ ദൈവം നമ്മുടെ വിഷയത്തിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. ഇവിടം കൊണ്ട് അസ്തമിക്കുന്നതല്ല. അവൾ മുന്നോട്ട് പോയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഒരമ്പിൻപാട് ദൂരത്ത് പോയി അവൾ മാറിയിരുന്നിട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരയുന്നു. ആത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടോ? ആർപ്പോടെ കൊയ്യാനുള്ള സമയം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ തലമുറയ്ക്ക് ഒരു വിടുതലോ ആ തലമുറയുടെ ജീവനെ എടുക്കുന്നത് കാണാതിരിക്കാനുള്ളതായ മനസ്സ് അവൾ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം കണ്ണു തുറന്ന് കാണാനുള്ള ത്രാണിയില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ പലപ്പോഴും പറയത്തില്ല, ദൈവമേ ഞാനിതെങ്ങനെ സഹിക്കും, ഞാനിതെങ്ങനെ വഹിക്കുമെന്ന് ചോദിച്ചില്ലേ? ഇന്ന് പകൽക്കാലം നാം സഹിച്ചതല്ല, അതിനുള്ള കൃപ പൗലോസിന്റെ മേൽ പകർന്ന ദൈവം ഈ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, നിന്ദയുടെ നടുവിൽ, ഒറ്റപ്പെടുത്തി കളയുന്നവരുടെ ഇടയിൽ നിന്നും ദൈവം നമുക്ക് വേണ്ടി തന്നത്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളുക, എന്റെ കൃപ നിനക്കും മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ് പൗലോസിനെ ശക്തീകരിച്ചവനായ ദൈവം ഈ പകൽ എനിക്ക് നിങ്ങൾക്കും ആ കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പാദത്തിൽ ഈ സമയത്ത് വേറിട്ടിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരമ്പിൻപാട് ദൂരത്ത് ആ സമയത്ത് അവൾ മാറിയിരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു. മാനസികമായി വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആരുടെയും വിളി നമുക്ക് ഇനിയും വരാനില്ല. എല്ലാവരും നമ്മളെ മറന്നു കളഞ്ഞു. ഓർക്കേണ്ടവർ ഓർക്കുന്നില്ല, കരുതേണ്ടവർ കരുതുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകാൻ സാഹചര്യമുള്ളതായ ചില വിഷയങ്ങൾ വരുമ്പോൾ ഞാനും നിങ്ങൾ പുറകോട്ട് പോകാൻ ഇടയാകരുതേ. ഇന്നു പകൽ അവളുടെ അടുക്കൽ ദൂതൻ ചെന്നിട്ട് അവളെ വിളിക്കുകയാ, ഹാഗാറേ എന്ന് വിളിച്ചു. ഭയപ്പെടേണ്ട. ജീവിതത്തിന്റെ മേഖലയിൽ ഇന്ന് പകൽക്കാല ഉപവാസത്തിന്റെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ ദൂത് പറയുക, ഭയപ്പെടേണ്ട. ചില കാര്യങ്ങൾക്ക് വിടുതലാകാൻ തുടങ്ങുകയാണ്, ചില പ്രശ്നങ്ങൾക്ക് വിടുതലാകാൻ തുടങ്ങുകയാണ്. ചില വിഷയം ദൈവസന്നിധിയിൽ വെച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ദൈവത്തിന്റെ സന്നിധിയിൽ നാം വെച്ചപ്പോൾ തന്നെ ദൈവത്തിനുണ്ട്. അതുകൊണ്ടല്ലേ ദാനിയേൽ പ്രവചന പുസ്തകം വായിക്കുന്നത്, ഈ പ്രാർത്ഥിപ്പാൻ മനസ്സ് വെച്ച് ആദ്യ ദിവസം തന്നെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ പ്രതികൂലം വരും, പ്രയാസങ്ങൾ വരും, ഒറ്റപ്പെടലുകൾ വരും, തള്ളലുകളും നിന്ദകളും അപമാനങ്ങളും അപവാദങ്ങളൊക്കെ വരും. എന്നാൽ കൈവിടാത്ത ദൈവത്തിന്റെ പാദത്തിൽ ഇരിക്കുന്ന ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിപ്പാൻ തക്കവണ്ണം ദൈവം തന്ന വചനമുണ്ട്, വാഗ്ദത്തമുണ്ട്. അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹാഗാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ഓടിച്ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിക്കുക. ഒരു ഉറവ അവിടെ തുറന്നു വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിലവിളിച്ചവരുടെയും കരഞ്ഞവരുടെയും പ്രാർത്ഥനയുടെ മറുപടി ഉറവ
ഉറവയായി തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം തുറന്നു വരികയില്ലെന്ന് പലരും പറഞ്ഞെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രവചനം പോലെ പറയുന്നു, നിനക്കുള്ള വാതിലുകൾ ദൈവം തുറക്കുന്നു. ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. ദൈവം തുറക്കുന്ന ഉറവ എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടതല്ല, മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാതെ ഇരിക്കുന്ന ചില ഉറവകളെ നമ്മുടെ ദൈവത്തിന് തുറക്കാൻ കഴിയും. നമ്മുടെ ദൈവം തുറന്നാൽ ആരും അടയ്ക്കയില്ല. യശയ്യാപ്രവചന പുസ്തകം വായിച്ചു വരുമ്പോൾ അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ തോളിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് കാര്യങ്ങളെ നിർവഹിക്കുന്ന ഒരു ദൈവം. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൂതികൻ പറയുന്നു. ആർക്കു വേണ്ടിയാണ് ഇന്ന് പകൽക്കാലം ഉപവാസ ദിവസം വേർതിരിയപ്പെട്ടതെന്നുള്ളത് ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ചില വിഷയത്തിന്റെ മേൽ നീക്കുപോക്ക് വരുത്തി തുടങ്ങി. ചില വിഷയത്തിന്റെ മേൽ ദൈവ കാര്യം യഥാസ്ഥാനത്താക്കിക്കൊണ്ടിരിക്കുകയാ. മാനുഷികമായ നിലയിൽ അതിന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതൊരു മരുഭൂമിയാണ്, ഇവിടെ ഒരു മരണമേ ഉള്ളൂ, ഇവിടെ ഇനി സ്തോത്രം അസ്തമിച്ചു പോകാൻ സാധ്യതയുള്ളൂ, ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കിനിയും കഴിയത്തില്ലെന്ന് ചിന്തിച്ചു പോകുന്ന വിഷയം മനസ്സിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വേണ്ട, ഇവിടുന്ന് നിനക്കൊരു എഴുന്നേൽപ്പ് തരുന്ന ദൈവമുണ്ട്. അല്പകാലം കൂടെ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യം തരികയും ദൈവ കർത്താവിന്റെ വരവ് താമസിക്കുകയും ചെയ്താൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു കൊള്ളുക, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുമെന്ന് തിരുവചനത്തിൽ കാണുന്നത് പോലെ ദൈവം നമുക്കൊരു സമാധാനത്തിന്റെ പ്രഭുവായി തന്നെ നിന്റെ അരികിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഹാഗാറിനെ എഴുന്നേൽപ്പിച്ചതുപോലെ, തട്ടി ഉണർത്തിയതുപോലെ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ പകൽ ദൈവം കാര്യങ്ങളെ നിവർത്തിക്കുന്ന പകലാണ്. അടരാമനശ്യാരമന പ്രൗഢമന ഘടകസിഹ അധനേറികതൽ ഘടകം ജനകം പ്രൗഢിവിരി ഘടകസിയ. നിവർത്തിക്കുന്ന ചില ദിവസം നിവർത്തിക്കും. ചില കാര്യങ്ങളുടെ നിവർത്തി വരാൻ പോകുകയാ. ചില കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ തുടങ്ങുകയാ. ചില പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചെന്ന് 4 പേരുടെ മുമ്പിൽ നാം ഈ സാക്ഷ്യം പറയത്തക്കവണ്ണം ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ ദിവസം മുതൽ എന്റെ വിഷയത്തെ ദൈവം ഏറ്റെടുത്തു എന്ന് പറയത്തക്കവണ്ണം ദൈവാത്മാവ് ഇടപെടുന്ന ഒരു പകലായി മാറുകയാ യേശുവിന്റെ നാമത്തിൽ. ഹാഗാറിന്റെ ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക എന്ന് അവളോട് പറഞ്ഞു. അവൾ അരുളപ്പാട് കേൾക്കുക മാത്രമല്ല, ദൈവം അവിടെ കണ്ണു തുറന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഇന്നലെ വരെയും നമ്മൾക്ക് ചിലപ്പോൾ പലതും കാണാനുള്ള കാഴ്ചപ്പാട് വേണ്ടുന്നത് പോലെ, വിടുതൽ കാണാനുള്ളതായ അവസരങ്ങൾ വേണ്ടുന്നത് പോലെ ലഭിച്ചില്ലായിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഇനിയും നിന്റെ കണ്ണു തുറന്ന് കാണത്തക്കവണ്ണം അതിനേക്കാൾ വലുത ഒരു കാര്യമുണ്ട്. എവിടെയൊക്കെ ശൂന്യത വഹിച്ചോ, എവിടെയൊക്കെ ശൂന്യത വന്നോ, അവിടെയെല്ലാം ഒന്ന് നിറയ്ക്കാനുള്ള സമയമായെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥന ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. നിറയ്ക്കുന്നതായ ചില ദിവസങ്ങൾ, പല നിലകളിലുള്ളതായ ഒരു നിറവിലേക്ക് ദൈവജനത്തെ നടത്താൻ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയായി ഇതിനെ നീക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക. കാരണം ഇതിന്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതെന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ ഞങ്ങൾ നിറവ് പ്രാപിച്ചെന്ന് പറയാൻ, ഞങ്ങളുടെ ചില ശൂന്യതകൾ മാറിയെന്ന് പറയുവാൻ, ഞങ്ങളുടെ ചില നിന്ദകൾ മാറിയെന്ന് പറയുവാൻ, ഇനി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ സമയം കളയുകയില്ല, ഞങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകും. മരുഭൂമിയിൽ മരണം മുമ്പിൽ കണ്ടിട്ട് കാലങ്ങളേറെയായി, നാളുകളേറെയായി ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ദൂതുകൾ ഇസ്മായിൽ മേൽ നിറവേറി വരികയാണ്. തിരുവചനം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം ബാലനോട് കൂടെ ഇരുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ കരയുന്ന മാതാവാണോ, നിലവിളിക്കുന്ന മാതാവാണോ? നിന്റെ തലമുറയോട് കൂടെ ഇരിപ്പാൻ എന്റെ ദൈവമുണ്ട്. ആരും കൂടെ ഇല്ലാത്ത സാഹചര്യം വന്നാൽ, ആരും നമുക്ക് താങ്ങായി തണലായി വരാനില്ലായിരുന്നാൽ ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടരുത്. ജനഘടകരകൾ ശന്തൽ പ്രൗഢമന ഘടകസിഹ. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽക്കാലം ഭാരപ്പെടരുത്. നിന്റെ വിഷയത്തിന്റെ അരികിൽ എന്റെ കർത്താവിന്റെ ശബ്ദം മുഴങ്ങുകയാ. മുഴങ്ങുക മാത്രമല്ല, അവൻ അത്ഭുത മന്ത്രി എന്ന് വെളിപ്പെടുത്തത്തക്കവണ്ണം അവിടെ ഒരു ഉറവ തുറന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്ക് ദൂത് പറയാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുന്നത് നീ കണ്ണു തുറന്നു കാണുക യേശുവിന്റെ നാമത്തിൽ.
കാണുക മാത്രമല്ല, കയ്യിൽ നിറവ് പ്രാപിപ്പാൻ പോകുക. കയ്യിൽ ചില നിറവ്, പ്രാർത്ഥിച്ചതിന്റെ ചില മറുപടി, ആമി ആരാധിച്ച് സ്തോത്രം ചെയ്തു അന്യഭാഷ പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചതിന്റെ മറുപടി അവിടെ കയ്യിൽ കാണത്തക്കവണ്ണം കരുത്തനായ ദൈവം കരുതി വെച്ച ചില കരുതലുകൾ കയ്യിലെടുത്ത് നിറവിലേക്ക് വന്നതുപോലെ, ശൂന്യതകൾ മാറുന്നത് പോലെ, വേദനകൾ, നിന്ദകൾ എല്ലാം, അപമാനങ്ങളെല്ലാം മാറുന്നത് പോലെ ഇനിയും നീ തിരിഞ്ഞു നോക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കണ്ണു തുറന്ന് കാണാൻ ഭാഗ്യം തന്നവൻ, അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നേറാൻ ദൈവം കൃപ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് മുന്നേറട്ടെ. ഇതിനപ്പുറം നമുക്കൊരു ദിവസം ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് മരുഭൂമിയിൽ അവന്റെ ശബ്ദം കേൾക്കുക. മരുഭൂമിയിൽ ദൈവശബ്ദം കേൾക്കുക. മരുഭൂമിയിൽ നിന്റെ കരുതൽ നീ കാണുക. മരുഭൂമിയിൽ നീ അനുഭവിക്കേണ്ടത്, നിന്റെ തലമുറ അനുഭവിക്കേണ്ടത് ആമി സ്വന്തം കയ്യാൽ അധ്വാനിച്ചതല്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവം തന്നതാണ്. ഇതെല്ലാം ദൈവം തന്നതാണ്. ഞാൻ നേടിയെന്നോ, ഞാൻ പിടിച്ചെന്നോ, ഞാൻ ഇതെല്ലാം ആമി സ്വത്രം കഴിവുകൊണ്ട് സമ്പാദിച്ചെന്നോ പറയാൻ നമ്മുടെ മനസ്സ് ആമി സ്വത്രം ഉയരരുത്. ദൈവം ദാനമായി തന്നതാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞില്ലേ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹാഗാർ അവിടെ വെച്ച മരുഭൂമിയെ ഒരു ജലതടാകമായി ഇന്ന് പകൽക്കാലം ഒരു ജലതടാകമാക്കി മാറ്റുന്നത് പോലെ അടനേ മനക സന്തൽ പ്രൗഢ മനകടകസി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ പറയുന്നു, മരുഭൂമിയെ പോലെ ഇനിയും അത് നിന്റെ കൂടെ ഇനി ഒരു മരുഭൂമിയായത് വരികയില്ല. നനവുള്ള ഒഴുകി വരുന്ന വെള്ളം പോലെ, നനവുള്ള തോട്ടം പോലെ നീ പോകുന്നിടത്തൊക്കെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഗൈഡൻസ് ഇന്ന് പകൽക്കാലം നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചതിനേക്കാൾ എന്റെ തലമുറ അനുഭവിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽക്കാലം തുറക്കുന്ന ഉറവ അടയുന്നതല്ല. ജനേബരെ പ്രൗഢമനകസിയ അടയ്ക്കാൻ ഒത്തിരി പേര് നോക്കിയതല്ലേ, എത്രയോ പേര് ശ്രമിച്ചു. LC അലക്സ് എന്ന് പറയുന്ന മാമയോട് ദൈവാത്മാവ് പറയുന്നു, അടയ്ക്കാൻ പല നിലകളിൽ ആമി ശത്രുവാകുന്നു ശ്രമിച്ചത്. അടച്ചെന്ന് വേണമെങ്കിൽ പറയാം, ഇനി അതാരാലും തുറക്കാൻ കഴിയത്തില്ലെന്ന് പറയത്തക്കവണ്ണം മുദ്ര വെക്കുന്നത് പോലെ ചില വാക്കാൽ, ചില പ്രവർത്തിയാൽ ശത്രുവാകുന്നവൻ അതിൻ്റെയായ വാതിലുകളെല്ലാം അടച്ചു വെച്ചതാ. എന്നാൽ സ്വർഗം പറയുന്നു, ഇപ്പോൾ ഭൂമിയിൽ കാണാൻ തക്കവണ്ണം അവൻ വൻ കാര്യങ്ങളെ പ്രവർത്തിച്ചവന്റെ കൈയാണ് ജീവിതത്തിന്മേൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതിനോട് ഇടപിടിക്കാൻ, അതിനോട് എതിർത്തു നിൽക്കാൻ ഈ ഭൂമിയിൽ ഒരു മാനുഷിക ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇത് പകൽക്കാലം അടയ്ക്കാൻ നോക്കിയവരും ആമി ഒതുക്കാൻ നോക്കിയവരും അതിന്റെ വഴികളിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ മനസ്സ് ഇടിഞ്ഞ് തൂങ്ങിത്തക്കവണ്ണം, മനസ്സ് ഇടിഞ്ഞ് താണ് പോകത്തക്കവണ്ണം പ്രവർത്തിച്ചവരുടെ നടുവിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കാണാൻ ഇടയാകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒരു വൻ കാര്യം ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം ആലോചനയായി പറയുന്നു. കണ്ണു തുറന്ന് കണ്ടു, അത് വലിയ സാന്നിധ്യം അനുഭവിച്ചു. ദൈവം അവനോട് കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനെന്ന് കണ്ണു തുറന്നവനാ കണ്ടത്. സ്തോത്രം പറഞ്ഞാട്ട് ഇതിനോട് ചേർന്ന് വരുമ്പോൾ എന്റെ ഉള്ളിൽ വരുന്ന ആലോചന പറഞ്ഞു പോകുക. ഏലിസ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ബാല്യക്കാരന്റെ, ഇവിടെ കണ്ണു തുറന്നു, അവിടെ വേറൊരു ബാല്യക്കാരന്റെ അനുഭവമാ. അവിടെ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ആ മരുഭൂമിയിൽ ആമെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് ആരാമ്യ സൈന്യത്തെ അല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് വരെ നിന്നെ എതിരേറ്റ് പോരാടി വന്ന ചിലതിനോട് ഇന്ന് പകൽക്കാലം പോരാടി നിനക്ക് ജയം തരേണ്ടതിന് ദൈവത്തിൻ്റെയായ രഥങ്ങൾ ഇറങ്ങി വരുന്നത്, ആമി ദൈവത്തിൻ്റെയായ പ്രവർത്തികൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ടു വരുന്നത്. ആമി ഏലിസ പ്രാർത്ഥിച്ചപ്പോൾ ബാല്യക്കാരൻ കണ്ടതുപോലെ ആമി ചിലർ നിന്റെ പ്രാർത്ഥനയുടെ വിടുതൽ കാണാൻ തുടങ്ങുകയാണ്. ചിലർ നമ്മുടെ പ്രാർത്ഥനയുടെ വിടുതൽ അനുഭവിപ്പാൻ തുടങ്ങുകയാ. അതുകൊണ്ട് മരുഭൂമി കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം.
ഒരു മരുഭൂമിയുടെ അനുഭവമോ, രണ്ട് മരുഭൂമിയുടെ അനുഭവമോ, ഒന്നിലധികം അധികം മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ അവിടെ എല്ലാം അതികരുത്തുള്ളവരായി മാറുകയാ. മരുഭൂമിയിലൂടെ പോയ ആരാണ് ക്ഷീണിച്ചു പോയത്? ഒരു വ്യക്തി പോലും തിരുവചനം പഠിച്ചാൽ ക്ഷീണിച്ചു പോയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോസേപ്പിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ രാവിലെ മുതൽ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. യോസേപ്പിനെ കുറിച്ച് വായിക്കുന്നു, അവൻ പോകുന്ന വഴിയിൽ ഒരു മരുഭൂമിയിൽ സ്വത്രം ഒരു കുഴിയിൽ അവനെ ഇടുവീൻ എന്ന് അവന്റെ സഹോദരനായിരിക്കുന്ന രൂപൻ പറഞ്ഞെന്നാ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37:22 വായിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവന്റെ സഹോദരൻ പറയുക, അവനെ ഈ മരുഭൂമിയുടെ അരികിലുള്ളതായ ആ കുഴിയിൽ അവനെ ഇടുവീൻ, നിങ്ങൾ അവനെ കൊന്നുകളയരുതേ എന്ന് ഉൽപ്പത്തി പുസ്തകം 37:22 വായിക്കുന്നുണ്ട്. അവിടെ നീ അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടിവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകാമെന്ന് കരുതിക്കൊണ്ട് രൂപൻ അവരോട്, രക്തം ചൊരിക്കരുത്, നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കരുത്, മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീൻ എന്ന് പറഞ്ഞു. ദൈവാത്മാവിൻ്റെതായ ഒരു വലിയ സംരക്ഷണം പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ മേൽ കൈവയ്ക്കരുത്, അവന്റെ മേൽ കൈവയ്ക്കരുത്, അവനെ വളരെ വേദനിപ്പിക്കരുത്. അവനെ ആ മരുഭൂമിയുടെ അരികിലുള്ള ആ കുഴിയുണ്ടല്ലോ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ അവനെ അവിടെ ഇട്ട് കളവീൻ. ആ മരുഭൂമിയിലുള്ള ഒരു കുഴിയിലോട്ട് ഒരു യോസേപ്പിനെ ഇട്ടല്ലോ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം പല നിലകളിൽ പല മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയെന്ന് മാത്രമല്ല, അറിയാത്ത സമയത്ത് കയറിപ്പോകാൻ കഴിയാത്ത ചില വേദനയുടെ നിമിഷങ്ങൾ. സിറിൽ ബ്രദറിനോട് ദൈവാത്മാവ് പറയുന്നു, കയറിപ്പോകാൻ കഴിയാത്തതുപോലെ ചില കയറ്റങ്ങൾ. കയറ്റം കണ്ട് മനസ്സ് ഭയപ്പെടരുത്. കയറിപ്പോകാൻ കഴിയാത്തതുപോലെ ചില കുന്നുകൾ കാണുമ്പോൾ പേടിക്കരുത്. കുന്നുകളെ തവിട് പൊടിയാക്കി കളയാമെന്ന് യാക്കോബിനോട് ദൈവം പറഞ്ഞില്ലേ? ആ ദൂതിന്ന് പകൽക്കാലം ഓർക്കുവാൻ യശപ്രവചന പുസ്തകത്തിലുണ്ട്. ഞാൻ നിന്നെ മൂർച്ചയേറുതും പല്ലേറുതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. രഗജന പൗടി ബിരിഘടകജന ഘടക സന്തൽ പ്രൗഢവര ഘടകസ്യ. ഒറ്റയ്ക്കൊരു യാക്കോബിന്റെ യാത്ര മുഴുവനും ചില മരുഭൂമിയുടെ അനുഭവങ്ങളായിരുന്നു. ആർക്കും അവനെ സഹായിപ്പാൻ കഴിഞ്ഞില്ല, ഒറ്റപ്പെട്ടു പോയി. എവിടെയൊക്കെയോ ഒറ്റപ്പെടലുകൾ വന്നപ്പോൾ അവിടൊക്കെ അവൻ താണിരുന്നു കൊണ്ട് ദൈവത്തോട് മുഴങ്കാലും മേലിരുന്ന് അവന്റെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വെച്ച് പോരാടി ജയിച്ചതുപോലെ, ഹോശേ പ്രവചന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ കരഞ്ഞു ജയിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഓരോ കണ്ണുനീരിന്റെയും മറുപടികൾ യാക്കോബ് കാണാൻ ഇടയായതുപോലെ അടകജന ഘടക ബൗഢി വിരിഘടക ജനഘടക സിഹ ഇന്ന് പകൽക്കാലം അവനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ മൂർച്ചയേറിയൊരു മെതിവണ്ടിയാക്കും. നിന്റെ മുമ്പിലുള്ള കുന്നുകളെ കാണുമ്പോൾ ഒന്ന് കയറിപ്പോകാൻ കഴിയാത്തതുപോലെ, പ്രയാസമേറിയ വിഷയം വരുമ്പോൾ അത് ഞാൻ എങ്ങനെ തരണം ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം മൂർച്ചയുള്ള മെതിവണ്ടിയായാൽ പർവ്വതങ്ങൾ ഉടഞ്ഞു പോകും. ചിലതൊക്കെ ഉടയുന്നു, ചില തടസ്സങ്ങൾ ഉടഞ്ഞു മാറുന്നു, ചില പ്രതിസന്ധികൾ ഉടഞ്ഞു മാറുന്നു, ചില പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായ ഒരു വിരാമമിട്ട് ചിലതിന്റെ മേൽ വിടുതലാകുന്നു. ഫറവോൻ അവനെ പിന്തുടരാതെ വണ്ണം വിട്ടുപോയതുപോലെ ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളുടെ മേൽ വിടുതൽ പരിശുദ്ധാത്മാവ് വേർതിരിച്ചു കൊണ്ടുവരുന്നു. റകൽപ്പന വടവച്ചിയ രഗന്തൽ പ്രൗഢമയ റിഗന്ധരാദിയാര ഘടക ശന്തൽ പ്രൗഢമന ഘടകസിഹ. ഒറ്റപ്പെട്ടു പോകുന്ന യോസേപ്പിനെ കുഴിയിൽ നിന്ന് കയറ്റുന്നത് പോലെ, ചില കുന്നുകളെ താഴ്വരയാക്കി മാറ്റുന്നത് പോലെ, ചെറുപർവ്വതങ്ങളെ പുകയുവാൻ തക്കവണ്ണം തൊടുന്നത് പോലെ ഇന്ന് പകൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ നിന്റെ മുമ്പിലുള്ള സഹോദരാ, ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നിറവോട് പറയട്ടെ, നിന്റെ മുമ്പിലുള്ള കുന്നിനെ നീ കാണുകയില്ല. ചുടാരമനേ ശന്തൽ പ്രൗഢമന ഘടകസ്. നിന്റെ മുമ്പിലുള്ള കുന്നുകളെ നീ കാണുകയില്ല. മനുഷ്യരാലത് നീങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നത് വരികയില്ല.
കർത്താവിനോട് കൂടെ നിന്ന ശിഷ്യന്മാര് പർവ്വതങ്ങളോട് മാറിപ്പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി ചിലപ്പോൾ സംഭവിച്ചുവെന്ന് വരികയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിൽ തട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ചില പർവ്വതങ്ങൾ നീങ്ങുന്നത് ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ട് പറയുന്നു. ഇന്ന് പകൽക്കാലം ചില വലിയ പ്രതിസന്ധികളെ ദൈവം നീക്കിയേച്ച് ദൈവികമായ പദ്ധതി വെളിപ്പെടുത്തുന്നത് പോലെ ദൈവത്തിന് ചില അടയാളങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആഹ്വാനം ചെയ്യുന്നു. മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവീൻ. ആ ഇടാൻ പറഞ്ഞ ആളിന്റെ ആഗ്രഹം കൊല്ലരുത്, തൊടരുത്, അവനോട് അതിക്രമം കാണിക്കരുത്, അവനെ ഭാരപ്പെടുത്തരുത്, വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നെന്ന് 24-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, മരുഭൂമിയിൽ വെള്ളമില്ല, സഹോദര സ്നേഹം നിന്നുപോയി, സ്നേഹിതരെന്ന് കണ്ടവരെല്ലാം മാറിപ്പോയി. അല്പമായ അപ്പം ഉണ്ടായിരുന്നതും അവരത് ഭക്ഷിച്ചു, അവർ ബലപ്പെട്ടു. ആരോടൊക്കെ ആത്മാവ് പറയുന്നു, നീ അധ്വാനിച്ചു വേറൊരുവൻ തിന്നുമോ? നാം അധ്വാനിച്ചു മറ്റൊരുവൻ അത് എടുക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ എടുത്തെന്ന് തോന്നിയാൽ നീ പേടിക്കരുത്. നിന്റെ അധ്വാനം വേറൊരുവന്റെ കയ്യിലായി പോയോ എന്നൊരു ചിന്ത വന്നാൽ ഭാരപ്പെടരുത്. ദൈവം പറയുന്നു, നിന്റെ അധ്വാനത്തെ 100 മടങ്ങാക്കി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ടാണല്ലോ തിരുവചനം പറയിക്കുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്നു, അവൻ കറ്റ ചുമന്നുകൊണ്ട് ആർത്തും കൊണ്ടുവരുന്നു 30, 60, 100 മേനിയായി. സ്തോത്രം, 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 സ്തോത്രം. ദൈവാത്മാവ് പറയുന്നു, ചിലരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ ചില മരുഭൂമിയുടെ സാഹചര്യം വന്നെന്നു വരാം. അവിടെ വെച്ച് നമ്മുടെ സ്നേഹിതരാരാണെന്നും നിന്നെ സഹായിക്കുന്നവരാരാണെന്നും നമ്മോട് കൂടെ നിൽക്കുന്നവരാരാണെന്നൊക്കെ അറിയാനായി ഈ മരുഭൂമി വരുന്നെന്ന് വിചാരിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിംഗിൽ ഉണ്ട്? ഒന്ന് കരവിവർത്തി സ്തോത്രം ചെയ്തേ. ചില മരുഭൂമിയൊക്കെ വന്നത് നമുക്ക് ചിലതൊക്കെ ഒന്ന് തിരിച്ചറിയാനാ, ഒന്ന് ഗ്രഹിച്ചറിയാനാ, ഒന്ന് അനുഭവിച്ചറിയാനാ, ഒന്ന് ആത്മാവിൽ അറിയാനാ. ഒരു വെളിപ്പാട് തന്ന ദൈവം നമ്മളെ നടത്തിയില്ലായിരുന്നെങ്കിൽ നാം എന്നേ ചിലപ്പോൾ ഈ ചിന്താഗതി എന്നൊക്കെ മാറി മനസ്സ് മാറിപ്പോയേന്. എന്നാൽ വെളിപ്പാട് തരേണ്ട സമയത്ത് വെളിപ്പാടും അവനെ അനുഭവിച്ചറിയാൻ അവസരം തരേണ്ട സമയത്ത് അനുഭവിച്ചറിയാൻ കൃപയും തന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം ലജ്ജിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെ യോസേപ്പിനെ അവർ കടന്നു പോകുന്ന മരുഭൂമിയിലെ ഒരു കുഴിയിലിടാൻ രൂപൻ പറയുകയാണ്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോ രൂപന്റെ ആഗ്രഹം മാറിപ്പോയി. അവൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അവനെങ്ങനെങ്കിലും ഇവനെ അപ്പന്റെ അടുക്കൽ കൊണ്ടുപോയി എത്തിക്കണമെന്ന ആഗ്രഹം. ഇന്ന് പകൽക്കാലം നമ്മുടെ ആഗ്രഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ എത്തണം. ഇവിടുത്തെ ഏത് ചതിയോ വഞ്ചനയോ ദോഷപ്രവൃത്തിയോ അതിദോഷം ചെയ്യുന്നവരോ കുതുകാല് വെട്ടുന്നവരോ പിടിച്ചു കെട്ടുന്നവരോ ഘടക ജനഘടക ഭൗടി വിരി ഘടകസി ആത്മാവി പറയുന്ന ചില പിടിച്ചു കെട്ടുന്ന ചില ശക്തികൾ നമുക്ക് നേരെ എഴുന്നേറ്റാലും അവരുടെ കെട്ടിനകത്ത് ഞാനോ നിങ്ങളോ കുടുങ്ങാതെ വണ്ണം ഘടക ജനാദിയാന ഘടകസി കുടുങ്ങാതെ വണ്ണം കയറിപ്പോകാനുള്ള കൃപ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു പറയട്ടെ. ഞാൻ എൻ്റെ കാല് കുടുങ്ങാതെ വണ്ണം ഈ മരുഭൂമിയിൽ എനിക്കുള്ളതിനെ മറുകര കയറ്റി വിടാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ചില രൂപേനെ പോലെ ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കാൻ കഴിയുന്നത്. കർത്താവിന്റെ അഭിഷക്തനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആർക്കും ഒരു കേടുവരരുത് എന്ന് കണ്ട് രാപ്പകൽ നിലവിളിക്കുന്ന മൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നത് പോലെ അടാനാസിയാധനെ പ്രൗഢൽക്കരകശി രൂപൻ പറഞ്ഞതുപോലെ അവനൊരു കേടുവരരുത്, ആർക്കും ഒരു കേടുവരരുത്, ആർക്കും ഒരു നഷ്ടം വരരുത്, ആർക്കും ഒരു ദോഷം വരരുത് എന്നുള്ള നല്ല മനസ്സോടുകൂടെ അവൻ ആഗ്രഹിച്ചു. പക്ഷെ അവന്റെ ആഗ്രഹം അല്പസമയം കഴിഞ്ഞപ്പോൾ ചിലരവനെ അവിടെ നിന്ന് കയറ്റി. ചരിത്രത്തിലേക്ക് ഞാൻ ഇറങ്ങി വിസ്തരിക്കുന്നില്ല, സമയത്തിന്റെ കുറവും സാഹചര്യം അനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ. അവനെ വിറ്റ് കളഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവന്റെ മനസ്സ് വേദനപ്പെട്ടു. രൂപേനെ സംബന്ധിച്ചിടത്തോളം നീ പേടിക്കേണ്ട,
അളക്കുന്നൊരു സമയം വരുന്നുണ്ട്, അളക്കുന്നൊരു സമയം വരുന്നുണ്ട്. അന്ന് ഇരട്ടി അളക്കാൻ ചുടരഘടകജനഘടകസി ഒരു ആത്മീയ തൂത് ദൈവാത്മാവിന്റെ ഉള്ളിൽ കൊണ്ടുവരികയാ. അന്ന് ഞാൻ ഇരട്ടി അളക്കുമ്പോൾ നിന്റെ പേര് അവിടെ തെളിഞ്ഞു വരും. അവിടെ തെളിഞ്ഞു വരും. ഇവിടെ വെച്ച് പലതും കാണാൻ കഴിയുന്നില്ലെങ്കിലും മറുപടിയായും വിടുതലായും നന്മയായും സമാധാനമായി വെളിപ്പെട്ടു വരും. കുറെ നാൾ കഴിഞ്ഞ് യോസേപ്പിന്റെ ചരിത്രം മൊത്തം വായിക്കാൻ സമയമില്ല. യോസേപ്പ് ഇങ്ങനെ മരുഭൂമിയിൽ വെച്ച് കുഴിയിൽ വീണവൻ കുഴിയിൽ നിന്ന് കയറി. അല്പനാൾ കഴിഞ്ഞപ്പോൾ അവനെ ഇസ്മായേലി കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞു. അവിടുന്ന് അവരും വിറ്റു. പിന്നെ ആ വീട്ടിൽ നിന്ന് അവൻ കാരാഗ്രഹത്തിലായി. അവിടുന്ന് അവൻ പോയി. ദൈവവചനം വായിക്കുന്നു, കാൽ ചവിട്ടുന്ന ദേശത്തെ നന്മകളെ വിളയിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ കാൽ ചവിട്ടുന്ന ദേശത്ത് 100 മേനി വിളയിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് വേണ്ടി ദൈവം ചെയ്യുന്ന വലിയ വിടുതൽ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ പുറത്തു പോകരുത്. അവൻ ചെന്ന കാലങ്ങൾ കഴിഞ്ഞ് യോസേപ്പിനെ കുറിച്ച് ഇങ്ങനെ എഴുതി, മരുഭൂമി പോലെ കിടക്കുകയാ, ജലതടാകങ്ങൾ സ്വത്രം അത് ഉദ്യാന ഭൂമി പോലെയാകും. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവൻ വിതയ്ക്കുന്നുണ്ട്. അനേകരെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കത്തക്കവണ്ണം യോസേപ്പ് അതിന്റെ മേളിലായി. കാലഘട്ടം കഴിഞ്ഞപ്പോൾ അളക്കാൻ തുടങ്ങുമ്പോൾ ഒരു വിളി വരുന്നു. റാമാന സന്തരെ റകൽക്കനെ വൈഷ പ്രൗഢവച്ചസിയ. കരഞ്ഞു വലഞ്ഞ് ഭാരപ്പെട്ട് വേദനപ്പെട്ട വ്യക്തികളോട് ദൈവാത്മാ പറയുന്നു, കരഞ്ഞതിന്റെ ആയ മറുപടി, വേദനപ്പെട്ടതിന്റെ ആയ മറുപടി, മനസ്സ് ഭയപ്പെട്ട സമയവും ആര് കൂടെ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച സാഹചര്യവും സഹായിപ്പാൻ ആരെയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ച സന്ദർഭവും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശൗമേൽ ജോർജാനോട് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ എന്നെ ഹേമിക്കുന്നു. കരയാൻ തക്കവണ്ണം എന്റെ സ്വത്രം, എന്റെ കണ്ണിൽ കണ്ണുനീരും എന്റെ തലയിൽ വെള്ളവുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒരു പ്രവാചകന്റെ ബാല്യകാലം അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവൻ കരഞ്ഞതുകൊണ്ട് അവനെ ഒരു കുഴിയിലിട്ടു. എന്താണെന്നറിയുന്നില്ല. അവനെ ചെളിയുള്ള കുഴിയിലേക്ക് ഒരു ഇരമ്യാവനെ എടുത്ത് അവനിട്ടു. എന്നാൽ ദൈവാത്മാവിന്റെ പദ്ധതിക്കായി അവനിലൂടെ കേറി വന്ന വചനങ്ങൾ അവന്റെ അസ്ഥിക്കകത്ത് തീ കത്തി കയറി വരുന്നത് പോലെ, തീ കത്തി കയറി വരുന്നത് പോലെ, അടക്കാൻ കഴിയാത്തതുപോലെ, പിടിച്ചു വെക്കുവാൻ കഴിയാത്തതുപോലെ ആത്മാവിന്റെ ശക്തി ഇരമ്യാവിന്റെ ഉള്ളിൽ വന്നപ്പോൾ അവന്റെ ബാലൻ എന്ന് പറഞ്ഞവനെ കൊണ്ട് ദൈവാത്മാവ് ചെയ്യിപ്പിച്ച വൻകാര്യങ്ങൾ ഇരമ്യാവിന്റെ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തലയിൽ കരയാൻ കണ്ണുനീരും തലയിൽ വെള്ളവുമായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോലെ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, കുഴിയിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നീട് അവന്റെ കൈ ഉയർത്തി വെച്ച് അവൻ പലർക്കും ഒരു അനുഗ്രഹമായി മാറിയതുപോലെ അടരാഘടകം ദുരകപ്പടകം പനകച്ചരത് വട്ടൽ കനകം തിരകച്ചട്ടി മാനവത്വം വേദജാല ദൂരഘടകം പ്രൗഢമന ഘടകസി. കുഴിയിൽ നിന്ന് കയറി അവന്റെ കൈയാൽ സംഭവിച്ച അനുഗ്രഹങ്ങൾ ഇരമ്യാവിലൂടെ വെളിപ്പെട്ടു, യോസേപ്പിലൂടെ വെളിപ്പെട്ടു. ദൈവാത്മാ പറയുന്നു, അവന്റെ കയ്യിലൂടെയുള്ള അനുഗ്രഹം പുറത്തേക്ക് ഒഴുകുന്നു. ആരും അതിനെ തടയത്തില്ല. വൈതൽ പ്രൗഢമന ഘടകസിയ, ആരും അതിനെ തടയത്തില്ല. അങ്ങനെയെങ്കിൽ യോസേപ്പ് അന്യദേശത്ത് ചെന്നു. അവിടെ ഒരു വലിയ കൊയ്ത്തുണ്ട്. ആത്മാവ് ചിലരോട് പറയുന്നു, കരഞ്ഞതിനനുസരിച്ചൊരു കൊയ്ത്തും പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലൊരു മറുപടിയും പിന്നീട് അതിനേക്കാൾ വലിയൊരു അനുഭവത്തിലേക്ക്, ജീവന്റെ പുതുക്കത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥനയുടെ ഇന്നേ ദിവസം ആ ദൂതായി നിങ്ങളുടെ അടുക്കൽ മാറി വരുന്നു. യോസേപ്പിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്കറിയാം, യോസേപ്പിന്റെ സഹോദരന്മാർ അവന്റെ അടുക്കൽ ചെല്ലുകയാണ്. മരുഭൂമിയിൽ ഉഴഞ്ഞ് വേദനിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ദാഹിച്ച് ആഹാരമില്ലാത്തവരായി അവർ തീർന്നു. എങ്കിൽ ദൈവം അനുഗ്രഹിച്ചപ്പോൾ എല്ലാം ദൈവം നമുക്ക് തന്നു. കൂടെ ഇറങ്ങി തിരിച്ച് ചതിയും വഞ്ചനയുമായി നടന്നവർ പലരും താഴോട്ട് പോയപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു
ദൈവത്തിന്റെ വിളി കേട്ട് അതിൻ പ്രകാരം നിന്ന എനിക്കും നിങ്ങൾക്കും അവൻ ഒന്നിനും കുറവ് വരുത്താതെ ഇന്നയോളം നിർത്തിയെങ്കിൽ ആ ദൈവം എത്ര നല്ലവനെന്ന് ഒന്നുകൂടെ രുചിച്ചറിവീൻ. യോസേപ്പിന്റെ കയ്യാൽ അവൻ അളന്നു കൊടുക്കാൻ അവന്റെ സഹോദരന്മാർ മുമ്പിൽ വന്നപ്പോൾ അവൻ അകത്തുപോയി കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം ഇത് എന്റെ കഴിവാൽ ലഭിച്ചതല്ല, സ്വന്തം കഴിവാൽ ലഭിച്ചതല്ല, സ്വന്തം കൈയുടെ ബലമല്ല, സ്വന്തമായി അധ്വാനിച്ചതല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ആലോചനയുടെ നിവൃത്തിയായി ദൈവം ആ മരുഭൂമിയിൽ അവനത് അനുഗ്രഹമാക്കി മാറ്റിയതാണ്. ഇന്ന് പകൽക്കാലം കരയുന്ന പ്രിയപ്പെട്ടവരെ, അവനത് അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രാർത്ഥനയുടെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിത മേഖലകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. കാരണം എന്നാന്നറിയാമോ? നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായെന്ന് ചിലർ അറിയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. റമനഷിയാനഗനഘടകസിഹ ആമി പ്രിയ പാട്ടുപാടിയ പ്രിയ സഹോദരിയോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ആമി ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവരെ ആ മരുഭൂമിയിൽ നിന്നും ഞാൻ അവരെ രക്ഷിച്ചു, അവരെ മരുഭൂമിയിൽ നിന്ന് ഞാൻ അവരെ വിടുവിച്ചു. തിരുവചനത്തിൽ വായിക്കുന്നു, കുടുങ്ങിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഫറവോൻ പറയുന്നവർ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു, അവർ രക്ഷപ്പെടുകയില്ല എന്ന് ഫറവോൻ പറയുകയാണ്. എന്നാ ചിലർ അങ്ങനെ പറയട്ടെ, എന്നാ ദൈവാത്മാ പറയുന്നു, ഞാൻ അവരെ മരുഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കും. ചില വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അതിന് എങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തെ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നില്ല, മരുഭൂമിയിൽ നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും, മരുഭൂമിയിൽ നിന്ന് ഞാൻ അവരെ പുറപ്പെടുവിക്കും. കുടുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ അവരെ പിന്തുടരരുതെന്ന് പറയത്തക്കവണ്ണം എന്റെ കൈ ഞാൻ ഫറവോന്റെ മേൽ നീട്ടുന്നത് പോലെ ഇന്ന് പകൽക്കാലം ചില തടസ്സം നിൽക്കുന്ന ചില മേഖലയിൽ, പ്രയാസമുള്ള ചില വിഷയത്തിന്റെ മേൽ, സ്വന്തം കൈയാൽ സാധ്യമായി വരുവാൻ കഴിയാതിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നു. ആമി വാത്സല്യ സഹോദരിയോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൈ മോശയുടെ കൈക്ക് മീതെ ചെന്നതുപോലെ ദൈവത്തിന്റെ കൈ ചെന്ന് മോശയുടെ കൈക്ക് മീതെ വന്നപ്പോൾ അവിടെ ചില വിടുതലുകൾ ആ മരുഭൂമിയിൽ കണ്ട് ആനന്ദിക്കത്തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരം നാമി നീട്ടിയപ്പോൾ അവിടെ സംഭവിക്കേണ്ട അനവധി വിടുതലുകൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചതുപോലെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഇവിടം കൊണ്ട് അസ്തമിക്കത്തില്ല, ഈ വിഷയം കൊണ്ട് നീ അസ്തമിച്ചു പോകത്തില്ല, ഈ പ്രശ്നത്തിനകത്ത് കുടുങ്ങി ക്ഷീണിച്ചു പോകത്തില്ല. കുടുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നവർ പറയട്ടെ, എന്നാൽ അതിനകത്തുനിന്ന് എനിക്ക് നിന്നെ എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. പിന്തുടരുമെന്ന് പറയുന്നവർ പറയട്ടെ. 14:3 പറയുന്നവർ മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു, എന്നാൽ 15 9 പടരുന്നു. പിന്തുടരും, പിടിക്കുമെന്നവർ പറയും. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇത് രണ്ടും സാധ്യമാകത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, തുടരുത്. നീ എന്തെല്ലാം തടസ്സങ്ങൾ ശത്രുവാകുന്നു കൊണ്ടുവന്നാലും, വാളൂരുമെന്ന് പറഞ്ഞാലും, നിഗ്രഹിക്കുമെന്ന് പറഞ്ഞാലും, കൈ നീട്ടുമെന്ന് പറഞ്ഞാലും, ഞാൻ പിന്തുടരുമെന്ന് പറഞ്ഞാലും, ആശ പൂർത്തീകരിക്കുമെന്ന് അവൻ പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം എന്റെ ജനത്തെ ഞാൻ വീണ്ടെടുത്തിരിക്കുകയാൽ, വീണ്ടെടുത്ത ജനത്തിന്മേൽ ദയ കാണിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ കൈ നീട്ടി, വലം കൈ നീട്ടി ഭൂമിയെ ആമീൻ ദൈവത്തിന്റെ ചില പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു. ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഞാൻ കൈ നീട്ടുമ്പോൾ ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവം കൈ നീട്ടുമ്പോൾ അവിടെ ചില അടയാളങ്ങൾ, അടയാളം കാണാനുള്ള സമയമായി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമീ തന്റെ ജനത്തിന് വേണ്ടി ദൈവം തന്റെ കൈ നീട്ടിയപ്പോൾ ഭൂമി ആമീ ചെയ്യേണ്ട ചില നീതി ദൈവത്താൽ അവിടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാല കുടുങ്ങിപ്പോകുമെന്ന് പറയുന്നിടത്തുനിന്നും, അഴിഞ്ഞു വരികയില്ല എന്ന് പറയുന്നിടത്തുനിന്നും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. അതിനായി ഏൽപ്പിക്കട്ടെ അധികാരമുള്ള നസറനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വലിയ വിടുതൽ ആമീ ആത്മാവിൽ അനുഭവിപ്പാൻ ദൈവാത്മാവ് വ്യക്തമായി ആലോചന പറയുന്നു.
അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, മരുഭൂമിയുടെ അനുഭവങ്ങൾ പല നിലകളിൽ പലർക്കും അത് വേദനാജനകമായി, ഭാരമായി, പ്രയാസകരമായി. എന്നാൽ ദൈവമോ അത് അവർക്ക് നന്മയ്ക്കായി ഒരു അടയാളമാക്കി മാറ്റി. ആത്മാവ് പറയുന്നു, നന്മയ്ക്കൊരടയാളം. ഓ, നിന്ദിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഞാൻ നന്മയ്ക്കായി ഒരു അടയാളമാക്കുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നന്മയ്ക്കൊരടയാളമാക്കുന്ന ദൈവം. അതുകൊണ്ട് തിരുവചനത്തിൽ ഒരു വാക്യം നമ്മൾ ചിന്തിച്ചു നോക്കിയേ. രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നു, ഞാൻ നിർത്തുന്നു. രൂത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് തിരുവചനം വായിച്ചു വരുമ്പോൾ, മോബാബിൽ വെച്ച് നബോമിയുടെ കുടുംബത്തിലേക്ക് വന്ന് ചേർന്ന വ്യക്തിയാണ് രൂത്ത്. സാഹചര്യം നമുക്കറിയാം. എലീമേലേക്കിനെ, നബോമിയെയും, മഹളോനെയും കില്യോനെയും നമുക്കറിയാം. പക്ഷെങ്കിൽ ദൈവാലോചനയ്ക്കും ദൈവികമായ നടത്തിപ്പുകൾക്കൊക്കെ അല്പസമയത്തെ ഒരു ഏൽപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് സഹിപ്പാൻ, അതൊന്ന് വഹിപ്പാനുള്ള മനസ്സ് പോയപ്പോൾ അവര് മോബാബിലേക്ക് പോകുന്നു. മോബാബിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് നബോമിയുടെ ഭവനത്തിലേക്ക് വന്ന രണ്ട് സഹോദരിമാരിൽ ഒരാളാണ് രൂത്ത്. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം രൂത്ത് ജീവിതത്തിന്റെ എല്ലാ ശോധനകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നു. എല്ലാ നിലയിലും മാനസികമായി ഇത്ര പിരിമുറുക്കം, ജീവിതത്തിൽ ഏത് കാര്യം ആലോചിക്കണം, ഏത് കാര്യം ചിന്തിക്കണം, ഏത് നിലയിൽ പോകണമെന്ന് രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയിലും ചിന്തിക്കാൻ സമയം കിട്ടാത്തതുപോലെ മനസ്സ് ക്ഷീണിച്ചു പോയ ഒരു വ്യക്തിയാണ്. ദൈവാത്മാവിൽ നബോമിയുമായുള്ള ബന്ധത്തിൽ നബോമിയുടെ ആ ചില ഇടപെടലുകളിൽ അവരുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് ഒറ്റ കാര്യമുള്ളൂ: നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കൾ ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം കാൽച്ചുവടുകൾ വയ്ക്കുവാൻ മനസ്സ് കിട്ടിയപ്പോൾ അവൾ ആ അമ്മായിയമ്മയുടെയായ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ചു. എങ്കിൽ അവരുടെ ജീവിതത്തിന്റെ കാഠിന്യ ശോധനകൾ, മരുഭൂമിയുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, ആരാലും വന്നൊരു പരിഹാരം തരാനില്ലാത്തപ്പോൾ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. അവിടെ ഒരു കൊയ്ത്ത് നടക്കുന്നു. ആ കൊയ്ത്തിനെ കുറിച്ചൊരു കേൾവിയും അതിനെക്കുറിച്ചൊരു ആലോചന അകത്തു വീണപ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു ആർപ്പോടെ കൊയ്യുന്നത് പോലെ ഞാനും നിങ്ങളും കരയുന്ന ഓരോ വിഷയത്തിന്റെയും മറുപടി വരുമെന്നേ. അല്പം വൈകിയെന്ന് തോന്നിയാലും നമ്മൾ ആമീൻ മറന്നു പോകരുത്. നമ്മൾ അതിനായി ക്ഷീണിച്ചു പോകരുത്. ഇന്നത്തെ സകല ദുഷ്ടശക്തികളെയും ജയിപ്പാനുള്ള അധികാരം ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് പാമ്പിനെയും തേളിനെയും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവരൊരുമിച്ച് ബേഥലേഹേമിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകൾ അവളെ പുകഴ്ത്തി പറയാൻ തുടങ്ങുമ്പോൾ രൂത്തിന്റെ കൂടെ നിന്ന് നബോമി പറഞ്ഞു, എന്നെ ഇനി അങ്ങനൊന്നും വിളിക്കേണ്ട. കാരണം എന്റെ സാഹചര്യം ഇവിടുന്ന് പോയതുപോലൊന്നും അല്ല. പലരും പുറമേ നോക്കി നമ്മളെ വിധി എഴുതുന്ന പോലെ ആയിരിക്കുകയില്ല നമ്മുടെ ആ ജീവിതത്തിന്റെ വ്യക്തിപരമായ ചില പരിശോധനകളും ജീവിതത്തിന്റെ ചില ഇടങ്ങളും. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം ആ മരുഭൂമിയിലെ കൊയ്ത്തിന്റെ സമയത്ത് അവക്ക് ലഭിച്ചതായ സമയം നഷ്ടമാക്കാതെ അവൾ എന്ത് ചെയ്തു? അമ്മായിമ്മയുടെ അടുക്കൽ ചെന്നിട്ട് ചെറിയൊരു ആലോചന പറയുന്നു, ഞാൻ ആ വയലിൽ പോയി പിറക്കിക്കൊണ്ടുവരട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ഞങ്ങൾക്ക് മൊഴിമാറ്റം നടത്തുന്നു. നാം ദൈവസന്നിധിയിൽ എന്താഗ്രഹിച്ചോ അതിനേക്കാൾ ഇരട്ടിയായി ചെയ്യാൻ, അത്യന്തം പരമായി ചെയ്യുവാൻ, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്യാൻ കഴിയുന്നവനായ ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്ന ദൈവമക്കൾ അതിനകത്തിരുന്നു കൊണ്ട് സ്തോത്രം പറഞ്ഞേച്ച് ചോദിച്ചേ, ദൈവമേ, ഞാൻ ചോദിച്ചത് മാത്രമല്ല നീ എനിക്ക് തന്നത്, ഞാൻ ചോദിക്കാത്തതൂടെ നീ എനിക്ക് തന്നെ മാനിച്ച് സ്നേഹിച്ച് എന്നെ നടത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ ഓർക്കുമ്പോൾ എങ്ങനെ മൗനമാകാൻ പറ്റും? രൂത്ത് അങ്ങനെ ചെന്നിട്ട് ആ വയലിൽ ഒന്ന് പറക്കാൻ ആഗ്രഹിക്കുക. മരുഭൂമിയുടെ അനുഭവത്തിലൂടെ പോയി, ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ പോയി, പരിഹാസത്തിന്റെ അനുഭവത്തിലൂടെ പോയി. പക്ഷെങ്കിൽ പറക്കാൻ ഒരു സമയം വെച്ചപ്പോൾ അതിന്റെ നടുവിൽ അവൾക്ക് തന്ന സമയം അവൾ തക്കത്തിന് ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം ഏത് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും അവിടെ വെച്ച് എന്തെല്ലാം സംഭവിച്ചെന്ന് നമുക്ക് ചിലപ്പോൾ സാക്ഷ്യം പറയാൻ ഒത്തിരിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു എന്നെ വിളിച്ച് വേർതിരിച്ച ആ നാഴിക മുതൽ എന്റെ ജീവിതത്തിന്റെ ഈ സമയം വരെയുള്ള കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ.
പക്ഷെ അതൊന്നും ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടോ, ഞാൻ ചിന്തിച്ചത് കൊണ്ടോ, ഞാൻ അതിനുവേണ്ടി ഒത്തിരി പോരാടിയത് കൊണ്ടൊന്നുമല്ല നമ്മൾ ഇവിടെ വരെ എത്തിയത്. അതിലൂടെ നമ്മളെ കടത്തി വിട്ടതിന് ശേഷം നമ്മുടെ സ്ഥിതി മാറ്റിയെടുക്കണമെന്ന് ദൈവം ചിന്തിച്ചിരുന്നത് കൊണ്ട് അവൻ തത്സമയത്ത് അതിനുവേണ്ടി ചില കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെ അതിനകത്തൂടെ കടക്കുമാറാക്കി. സ്തോത്രം. അങ്ങനെ രൂത്ത് അവിടെ ചെന്നിട്ട് പറക്കാൻ തുടങ്ങിയ സാഹചര്യം അല്പം കൂടി അവൾ ചിന്തിച്ച് തിരിഞ്ഞു നോക്കി. ഒരു പ്രാവശ്യം പറക്കി വീട്ടിൽ വന്നപ്പോൾ ആ പറക്കിയതിന്റെ അളവിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ അമ്മായിമ്മയ്ക്ക് സന്തോഷമായി. മരുഭൂമിയിൽ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ചെറുതായാലും നന്ദിയോടെ അതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിച്ചു. ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് നേടിയതല്ല, 1-2 ദിവസം കൊണ്ടല്ല നമ്മൾ ഇവിടെ വരെ എത്തിയത്. 10 ദിവസം കൊണ്ടോ 10 വർഷം കൊണ്ടോ ആയിരിക്കുകയില്ല ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ലഭിച്ചത്. എന്നാൽ ഓരോ ദിവസം ലഭിച്ച ദൈവീയ കരുതലുകളെ ഓർത്തിട്ട് ആ മരുഭൂമിയിൽ മന്ന പറക്കുന്നവരെ പോലെ ജഡാരികല പ്രൗഢമന ഘടകസിയ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ആലോചന എന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നു. മരുഭൂമിയിൽ മന്ന പറക്കുന്നവരെ പോലെ അതാത് ദിവസം ദൈവത്തിന്റെ സന്നിധി താണിരുന്നു കൊണ്ട് പറക്കുവാൻ ദൈവം കൃപ തന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലം കുറവ് വരാതെ പോരായ്മകൾ വരാതെ ചിരതര ജനഘടകസിയ ആമേ സ്വത്ര കുറവ് വരാതെ സൂക്ഷിച്ചൊരു ദൈവം, കേടുകൂടാതെ വണ്ണം, അനർത്ഥം വന്ന് വ്യസനകരണമാകാതെ വണ്ണം, രോഗങ്ങൾ കെടുതികളിലേക്ക് പോകാതെ വണ്ണം നീക്കിപ്പോക്ക് തന്ന് നമ്മെ നടത്തിയവനായൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൾ ഒരു ദിവസം പറക്കി, അതിനകത്ത് മാതാവ് സന്തോഷിച്ചു. രണ്ടാമത്തെ ദിവസം ആലോചന പ്രകാരം പോകുമ്പോൾ സ്ഥിതി മാറുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ മരുഭൂമിയുടെ അവസ്ഥ മാറാൻ തുടങ്ങുകയാ. ഇന്ന് കാണുന്ന ഈ മിസ്രൈമിനെ നീ ഒരു നാളും, ചിലരുടെ സ്ഥിതി മാറാൻ തുടങ്ങി. ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പനിയുടെ ചില പ്രയാസം എന്നിൽ ഉണ്ടെങ്കിലും എനിക്ക് ആ വചനത്തോടുള്ള ബന്ധത്തിൽ കൂറ് പുലർത്തിയേ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ചിലരുടെ സ്ഥിതി മാറാൻ തുടങ്ങുകയാ, സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങുകയാ, അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ തുടങ്ങുകയാ. സാഹചര്യം മാറുക മാത്രമല്ല, അല്പസമയം കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തിച്ചിട്ട് കർത്താവിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, രൂത്തിന്റെ ആ ചരിത്രം കയറി വരത്തക്കവണ്ണം കാര്യങ്ങളെ പുസ്തകത്തിനകത്ത് എഴുതി ചേർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം കാലാവറക്കുന്നത് പോലെ ചില സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ നിലയിൽ നമ്മളെ മരുഭൂമിയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുമല്ല, മരുഭൂമിയിൽ ആ മഹാമരുഭൂമിയിൽ മഹാദൈവം എനിക്കും നിങ്ങൾക്ക് തുണയായിരുന്നു. ആവർത്തന പുസ്തകം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 2:7 ആ മഹാമരുഭൂമിയിൽ മഹാദൈവം. നമ്മുടെ ദൈവം മരുഭൂമി എത്രയോ വലുതാകുന്നു. എന്റെ ദൈവം അതിനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തെക്കാൾ വലിയവൻ, ഇരമ്യാവിനേക്കാൾ വലിയവൻ, യോനായേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ. എന്റെ ജീവിതത്തിൽ മരുഭൂമി വലുതാകുമ്പോൾ നമ്മുടെ ദൈവം ചെറുതാകുകയല്ല, അവൻ അതിനേക്കാൾ വലിയവനാണ്. ഒരു മരുഭൂമി വന്നാൽ അവൻ അതിനേക്കാൾ വലിയവനാണ്. ഒരു പരീക്ഷ വന്നാൽ അവൻ ആ പരീക്ഷയേക്കാൾ വലിയവനാണ്. ഒരു പരിശോധന വന്നാൽ അവൻ ആ പരിശോധനയേക്കാൾ വലിയവനാണ്. ആ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ നമുക്ക് അവസരങ്ങളെ സ്വർഗത്തിലെ ദൈവം തരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിനകത്തൊന്ന് വിരാമം ഇടുകയാണ്. അതെങ്ങും കൊണ്ട് പോയിന്റായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്നാലും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ട്.